പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് 3ാമത്തെ വീഡിയോ ആണ്. നമുക്ക് 3ാമത്തെ വീഡിയോയിലേക്ക് പോകാം. അതിലാദ്യം വരുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ എ പി. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ എ പി. ശ്രദ്ധിക്കുക, ഇഫ് എ ഈസ് ദ ഫസ്റ്റ് ടേം ആൻഡ് ഡി ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ എ പി, ദെൻ ഫസ്റ്റ് n ടേംസ് ഓഫ് ദ എ പി ആർ എ പ്ലസ് ഡി കോമ എ first n terms of the AP are a comma a plus d comma a plus 2d comma etc a plus n minus 1 into d. ഇപ്പോൾ എ പിയുടെ ഫസ്റ്റ് ടേം എയും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ ആ എ പിയിലെ ടേംസ് ആദ്യത്തെ n ടേംസ് ഇവരാണ് എ പ്ലസ് ഡി എ പ്ലസ് 2d എക്സെട്ര എക്സെട്ര എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഈ n ടേംസിൻ്റെ സം എസ് എൻ ആണെന്നിരിക്കട്ടെ. ലെറ്റ് എസ് എൻ ബി ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ലെറ്റ് എസ് എൻ ബി ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. Therefore Sn is equal to a plus d plus a plus 2d plus etc plus a plus n minus 1 into d. ഇതാണ് nth ടേം. അതിന് തൊട്ടിപ്പുറയുള്ള ടേം നമ്മൾ എഴുതുകയാണ്. ഇവിടെ a plus n minus 1 into d ആണ് nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറയുള്ള ടേം എന്ന് പറയുമ്പോൾ ഇവിടെ 2d ആണെങ്കിൽ തൊട്ട് മുന്നുള്ള ടേം എന്ന് പറയുമ്പോൾ 1d ആണ്. 2d ആണെങ്കിൽ 1d ആണ് വരുന്നത്, ഒന്ന് കുറഞ്ഞ്. അപ്പോൾ ഇവിടെ n minus 1 into d ആയതുകൊണ്ട് തൊട്ടിപ്പുറയുള്ള ടേം എന്ന് പറയുമ്പോൾ n minus 2 into d ആയിരിക്കും. എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മ് എസ് എൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ എസ് എൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി പ്ലസ് എ പ്ലസ് 2d പ്ലസ് എക്സെട്ര എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. തൊട്ടിപ്പുറയുള്ള ടേം നമ്മൾ എഴുതിയതേ ഉള്ളൂ, എ പ്ലസ് എൻ മൈനസ് 2 ഇൻറ്റു ഡി. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടം വരെ കൂട്ടിയാൽ എസ് എൻ ആണ് കിട്ടുന്നതെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയാലും നമുക്ക് എസ് എൻ കിട്ടത്തുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള n ടേംസിൻ്റെ സം എസ് എൻ ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടുള്ള n ടേംസിൻ്റെ സമ്മ് എസ് എൻ ആയിരിക്കും. ദെയർഫോർ എസ് എൻ ഈസ് ഈക്വൽ ടു അവസാനത്തെ ടേം ആദ്യം എഴുതി എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അതിന് തൊട്ടിപ്പുറമുള്ള ടേം രണ്ടാമത് എഴുതി എ പ്ലസ് എൻ മൈനസ് 2 ഇൻറ്റു ഡി പ്ലസ് എക്സെട്ര ഏറ്റവും വരുന്ന അവസാനം വരുന്നത് എ ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. 1 plus 2 ഈ 1-2 ഇക്വേഷൻസിൻ്റെ LHS തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് RHS തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതിനോട് തുല്യമായിരിക്കും. LHS തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ SN പ്ലസ് SN എന്ന് പറയുമ്പോൾ 2SN എന്ന് വരും. 2SN ഈക്വൽസ് ഇവിടുത്തെ ഫസ്റ്റ് ടൈമും തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടുത്തെ ഫസ്റ്റ് ടൈം എ ആണ്. എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആഡ് ചെയ്യുമ്പോൾ 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടുത്തെ സെക്കൻഡ് ടൈമും ഈ സെക്കൻഡ് ടൈമും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ഡി അധികം പ്ലസ് എ പ്ലസ് എൻ മൈനസ് 2 ഇൻറ്റു ഡി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് കിട്ടും. എക്സെട്ര ലാസ്റ്റ് ഈ 2 ടേംസ് ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡിയും എയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, ഇവിടെയും 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, അവസാനം 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ 2SN ഈസ് ഈക്വൽ ടു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി പ്ലസ് 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എക്സെട്ര 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് 2SN ഈസ് ഈക്വൽ ടു ഇവിടെ മൊത്തം n ടേമുകളുണ്ട്. ഒരേപോലത്തെ ടേമുകളാണ് n ടൈംസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവരുടെ സം എന്ന് പറയുന്നത് n ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. n ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ദെയർഫോർ SN എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഓക്കെ, അപ്പോൾ ഒരു എ പിയുടെ ഫസ്റ്റ് ടൈം എയും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ ആദ്യത്തെ n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഒരു എ പിയുടെ ഫസ്റ്റ് ടൈം എയും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ ആദ്യത്തെ n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഈ ബ്രാക്കറ്റിലുള്ള ടേംസ് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. 2aക്ക് പകരം ഞാൻ a പ്ലസ് എന്ന് എഴുതുന്നു, 2a സ്ഥാനത്ത് a പ്ലസ് എന്ന് എഴുതുന്നു, a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എസ് എന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, സം ടു n ടേംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം n/2 ഇൻറ്റു a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് nth ടേമാണ് an. അപ്പോൾ SN എന്ന് പറയുന്നത് ഇതിനോട് തുല്യമാണ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് nth ടേം. ഈ 2 റിസൾട്ടുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ 2 റിസൾട്ടുകളും SN എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡിയോട് സെയിം ആണ്. അതുപോലെ തന്നെ SN എന്ന് പറയുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം nth ടേമിനോട് തുല്യമാണ്. അത് നമുക്കൊന്ന് റിസൾട്ടായിട്ട് എഴുതാം. ഇഫ് a ഈസ് ദ ഫസ്റ്റ് ടേം ആൻഡ് d ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ AP, if a is the first term and d is the common difference of an AP, then sum of first n terms of the AP is denoted by SN. ഒരു എ പിയുടെ ഫസ്റ്റ് ടൈം എയും കോമൺ ഡിഫറൻസ് ഡിയും ആണെങ്കിൽ ആദ്യത്തെ n ടേംസിൻ്റെ സമ്മിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ SN എന്നാണ്. ആൻഡ് SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. കൂടാതെ SN എന്ന് പറയുന്നത് ഇതിനോടും തുല്യമാണ്, n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് nth ടൈം. അപ്പോൾ സം ഓഫ് n ടേംസ് കാണാൻ ഈ 2 ഫോർമുലയും നിങ്ങൾ ഓർത്തിരിക്കണം. SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ SN ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് an എന്നുള്ള ഫോർമുലയും ഓർത്തിരിക്കുക. ഈ റിസൾട്ട് എന്നുള്ള ഹെഡിങ്ങിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്, കാണാതെ പഠിക്കേണ്ടതാണ്.
നമുക്കിനി ഈ പ്രോബ്ലത്തിലേക്ക്, ഈ സെക്ഷനിലെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രോബ്ലം, ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 22 ടേംസ് ഓഫ് ദ AP 8, 3, -2, എക്സെട്ര. ഈ APയിലെ ആദ്യത്തെ 22 ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന APയിലെ ആദ്യത്തെ 22 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ A സമം ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 8 ആണ്. A സമം 8. D എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് കാണാൻ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എടുക്കുക. അപ്പോൾ 3 - 8 ദാറ്റ് ഈസ് -5 എന്ന് വരും. നമുക്ക് സം ഓഫ് n ടേംസിൻ്റെ ഫോർമുല അറിയാം. n/2 × 2a + n - 1 × d ആണ്. അപ്പോൾ സം ഓഫ് 22 ടേംസ് എന്ന് പറയുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ S22 ആണ്. S22 സമം 22/2 × 2a + 22 - 1 × d ആണ്. സം ഓഫ് n ടേംസ് എന്ന് പറയുമ്പോൾ n/2 × 2a + n - 1 × d ആണ്. അപ്പോൾ സം ഓഫ് 22 ടേംസ് എന്ന് പറയുമ്പോൾ 22/2 × 2a + 22 - 1 × d. 22/2 എന്ന് പറയുമ്പോൾ 11 ആണ്. 11 × 2 × a എന്ന് പറയുമ്പോൾ ഇവിടെ 8 ആണ്. 8 + 21 × d എന്ന് പറയുമ്പോൾ -5 ആണ്. ദാറ്റ് ഈസ് 11 × 16 - 105 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 × -89 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -979 ആണ്. -979 ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് ഓഫ് ദ AP 1/15, 1/12, 1/10, എക്സെട്ര. ഇത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. ഇത് തനിയെ ചെയ്യണം നിങ്ങൾ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സം 34 + 32 + 30 + എക്സെട്ര +10. ഈ ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. 34 + 32 + 30 + എക്സെട്ര +10ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ഈ സം കണ്ടുപിടിക്കാൻ ഈ സമ്മിലെ ടേംസ് എന്ന് പറയുന്നത് 34. ഹിയർ ദ ടേംസ് ആർ 34, 32, 30, എക്സെട്ര 10 ആണ്. നമുക്ക് കണ്ടാലറിയാം, നോക്കിയാലറിയാം, ഇത് അരിത്തമാറ്റിക് പ്രോഗ്രഷനാണ്. 34, 32, 30, എക്സെട്ര ആർ ഇൻ AP വിത്ത് A സമം 34 ആൻഡ് D സമം 32 - 34, അത് -2 ആണ്. ഇപ്പോൾ ഇവിടെ ഈ ടേംസ് APയിലാണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 34 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -2 ആണ്. നമുക്ക് ഈ ഇങ്ങോട്ടുള്ള ഇത്രയും ടേംസിൻ്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ ഇവരെത്ര ടേംസ് ഉണ്ടെന്ന് അറിയണം. ഇവരെത്ര ടേംസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇവരുടെ സം കാണാൻ പറ്റത്തുള്ളൂ. നമുക്കിങ്ങനെ തുടങ്ങാം. ഈ 10 എന്ന് പറയുന്നത് nth ടേം ആണെന്നിരിക്കട്ടെ. ലെറ്റ് 10 ബി ദ nth ടേം. 10 എന്ന് പറയുന്നത് nth ടേം ആണെന്നിരിക്കട്ടെ. ദെയർഫോർ an സമം 10. an എന്ന് പറയുമ്പോൾ a + n - 1 × d ആണ്. a സബ്സ്റ്റിറ്റ്യൂട്ട് 34 + n - 1 × -2 സമം 10. ഇപ്പോൾ 34 -2n -2 സമം 10. ദാറ്റ് ഈസ് 34 + 2 എന്ന് പറയുമ്പോൾ 36 ആണ്. 36 - 2n = 10. അപ്പോൾ 36 - 10, ഈ 10 അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ -10 = 2n എന്ന് വരും. ഇപ്പോൾ 26 സമം 2n എന്ന് വരും. ഇപ്പോൾ n സമം 26/2 ദാറ്റ് ഈസ് = 13. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. 10 എന്ന് പറയുന്നത് nth ടേം ആണെന്നിരിക്കട്ടെ. എന്നിൻ്റെ വാല്യൂ നമുക്ക് 13 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 34, 32, എക്സെട്ര 10 എന്ന് പറയുന്ന ഈ ലിസ്റ്റിനകത്ത് വരുന്ന, അല്ലെങ്കിൽ ഈ APക്കകത്ത് വരുന്ന ടേംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 13 ആണ്. ആകെ 13 ടേംസേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് അവരുടെ സം കണ്ടുപിടിക്കാം. റിക്വയർഡ് സം, ആ 13 ടേംസിൻ്റെ സം S13 = 13/2 × 2a + 13 - 1 × d. സം ഓഫ് n ടേംസ് എന്ന് പറയുമ്പോൾ n/2 × 2a + n - 1 × d ആണ്. അപ്പോൾ സം ഓഫ് 13 ടേംസ് എന്ന് പറയുമ്പോൾ 13/2 × 2a + 13 - 1 × d ആണ്. എയും ഡിയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 13/2 × 2 × 34 + 12 × -2 ദാറ്റ് ഈസ് 13/2 × അകത്ത് 68 - 24 എന്ന് വരും. ദാറ്റ് ഈസ് 13/2 × 44 എന്ന് വരും. ദാറ്റ് ഈസ് 13 × 22 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ 13 × 22 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 286 എന്ന് വരും. 286. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ സം -5 + -8 + -11 + എക്സെട്ര -240. ഈ ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഓഫ് ആൻ AP ഈസ് 1050 ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം ഈസ് 10, ഫൈൻഡ് ദ 20th ടേം. ഇതാണ് ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഓഫ് ആൻ AP. അല്ല, ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഓഫ് ആൻ AP ഈസ് 1050 ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം ഈസ് 10, ഫൈൻഡ് ദ 20th ടേം. ഒരു APയുടെ ആദ്യത്തെ 14 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 1050 ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20th ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഹിയർ A സമം 10, ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 10 ആണ്.
ഇനി തന്നിരിക്കുന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി ആണെന്നിരിക്കട്ടെ. അല്ലെ ഡി ബി ദ കോമൺ ഡിഫറൻസ്. നമുക്ക് ഈ എ പിയുടെ കോമൺ ഡിഫറൻസ് അറിയത്തില്ല, അത് ഡി ആണെന്നിരിക്കട്ടെ. ഡി കണ്ടുപിടിക്കാൻ ഒരു ഫാക്ട് തന്നിട്ടുണ്ട്. സം ഓഫ് 14 ടേംസ് എന്ന് പറയുമ്പോൾ 14/2 × 2a + 14 - 1 × d ആണ്. അത് എത്രയെന്ന് പറയുന്നുണ്ട്? 1050 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സം ഓഫ് 14 ടേംസ് എന്ന് പറയുമ്പോൾ 14/2 × 2a + 14 - 1 × d ആണ്. അത് 1050 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 14/2 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ 7 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 × 10, എയുടെ വാല്യൂ 10 ആണ്, പ്ലസ് 13d ഈസ് ഈക്വൽ ടു 1050. That implies 7 × 20 + 13d is equal to 1050. 7 അകത്തേക്ക് ഗുണിക്കുകയാണെങ്കിൽ 140 + 91. 7 അകത്തേക്ക് ഗുണിക്കുമ്പോൾ 140 + 91d is equal to 1050 എന്ന് വരും. അപ്പോൾ 91d സമം 1050 - 140 എന്ന് വരും. അപ്പോൾ 91d is equal to 910. Therefore d സമം 910/91, that is equal to 10. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം നമുക്കറിയാം, ഫസ്റ്റ് ടൈം 10 ആണെന്നറിയാം, കോമൺ ഡിഫറൻസ് ഇപ്പോൾ അറിയാം 10 ആണെന്നറിയാം. നമുക്ക് 20ാമത്തെ ടൈം കണ്ടുപിടിക്കുക എന്ന് വരുന്ന ചോദ്യം. അപ്പോൾ A20 എന്ന് പറയുന്നത് a + 20 - 1 × d ആണ്. ദാറ്റ് ഈസ് എ എന്ന് പറയുമ്പോൾ 10 ആണ്. 10 + 19 × d എന്ന് പറയുമ്പോൾ 10 ആണ്. ദാറ്റ് ഈസ് 10 + 190 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ഇതാണ് 20ാമത്തെ ടൈം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ഈ സെക്ഷനിലെ 6ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇൻ ആൻ AP a സമം 10, a സമം 5 and d സമം a സമം 5, d സമം 3, nth ടേം 50 ആണ്. ഫൈൻഡ് n ആൻഡ് Sn. ഒരു എ പിയുടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, nth ടേം തന്നിട്ടുണ്ട്. നമുക്ക് n കണ്ടുപിടിക്കണം, കൂടാതെ സം ഓഫ് n ടേംസും കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കണം, കൂടാതെ സം ഓഫ് n ടേംസും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതുക. ആൻസർ ഹിയർ a സമം 5, d സമം 3 ആൻഡ് an സമം 50 ആണ്. ഇനി നമുക്കറിയാം an എന്ന് പറയുന്നത് a + n - 1 × d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. എൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a + n - 1 × d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50. a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 5 + n - 1 × d എന്ന് പറയുമ്പോൾ 3 ആണ്. ഈസ് ഈക്വൽ ടു 50. ദാറ്റ് ഈസ് 5 + 3 അകത്തേക്ക് ഗുണിക്കുമ്പോൾ 3n - 3 എന്ന് വരും. ഈസ് ഈക്വൽ ടു 50. ദാറ്റ് ഈസ് 3n + 5 - 3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 3n + 2 സമം 50. അപ്പോൾ 3n ഈസ് ഈക്വൽ ടു 50 - 2, ദാറ്റ് ഈസ് 48. അപ്പോൾ n എന്ന് പറയുന്നത് 48/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, ഇനി നമുക്ക് സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കണം. സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എടുത്താൽ മതി. a + an, ഈ ഫോർമുല അപ്ലൈ ചെയ്താലും മതി. ഇവിടെ n എന്ന് പറയുന്നത് 16 ആണ്. 16/2 ഇൻറ്റു ഫസ്റ്റ് ടേം 5 ആണ്. 5 + 50, ദാറ്റ് ഈസ് ഈക്വൽ ടു 16/2 ഇൻറ്റു 55, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 55, ദാറ്റ് ഈസ് ഈക്വൽ ടു 440. ഇതാണ് ആ സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത്. ആ എ പിയിലെ ഇവിടെ n എന്ന് പറയുന്നത് 16 ആണ്. ആ 16 ടേംസിൻ്റെ സമ്മാണ് 440 എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ആൻ എ പി a സമം 7, A13 13ാമത്തെ ടേം ഈസ് ഈക്വൽ ടു 35. ഫൈൻഡ് d ആൻഡ് S12. ഒരു എ പിക്കകത്ത് ഫസ്റ്റ് ടേം 7 ആണ്, 13ാമത്തെ ടേം എന്ന് പറയുന്നത് 35 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം, കൂടാതെ സം ഓഫ് 12 ടേംസും കണ്ടുപിടിക്കണം. ആ എ പിയിലെ 12 ടേംസിൻ്റെ സമ്മും കണ്ടുപിടിക്കണം. നമുക്ക് തുടങ്ങുമ്പോൾ ആദ്യം ഡേറ്റ എടുത്തെഴുതുക. ലെറ്റ് a സമം 7 ആൻഡ് A13 ഈസ് ഈക്വൽ ടു 35. ഫസ്റ്റ് ടേം 7 ആണെന്നിരിക്കട്ടെ, 13ാമത്തെ ടേം 35 ആണെന്നിരിക്കട്ടെ. ഓക്കെ, നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം ആദ്യം. ലെറ്റ് d ബി ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി എബോവ് എ പി. ആ തന്നിരിക്കുന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് d ആണെന്നിരിക്കട്ടെ. ഓക്കെ, d കണ്ടുപിടിക്കാൻ 13ാമത്തെ ടേം 35 ആണെന്നുള്ള ഫാക്റ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. A13 എന്ന് പറയുന്നത് a + 12d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 35. അപ്പോൾ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 7 + 12d ഈസ് ഈക്വൽ ടു 35. അപ്പോൾ 12d എന്ന് പറയുന്നത് 35 - 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 28. അപ്പോൾ 12d എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ d എന്ന് പറയുന്നത് 28/12 ആണ്. മുകളിലും താഴെയും ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 7/3 എന്ന് വരും. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7/3 എന്ന് കിട്ടി. ഇനി നമുക്ക് സം ഓഫ് 12 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. S12 എന്ന് പറയുന്നത് 12/2 ഇൻറ്റു 2a + 12 - 1 × d ആണ്. നമുക്കറിയാം ഒരു എ പിയിലെ ഫസ്റ്റ് n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a + n - 1 × d ആണ്. അപ്പോൾ 12 ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ 12/2 ഇൻറ്റു 2a + 12 - 1 × d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു
2 ഇൻറ്റു എ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 2 ഇൻറ്റു 7 പ്ലസ് 12 മൈനസ് 1 എന്ന് പറയുമ്പോൾ 11 ആണ്. 11 ഇൻറ്റു 7/3, 11 ഇൻറ്റു 7/3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു 14 പ്ലസ് 77/3 എന്ന് വരും. ദാറ്റ് ഈസ് 6 ഇൻറ്റു ഇവിടെ LCM 3 വരും, മുകളിൽ 42 പ്ലസ് 77 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 119 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 238. ദാറ്റ് ഈസ് ഈക്വൽ ടു 238. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. In an AP, A is equal to 8, AN is equal to 62, SN is equal to 210, find N and D. ഇതാണ് ചോദ്യം. ഒരു എ പിയുടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 8 ആണ്, nth ടേം അറിയാം 62 ആണ്, സം ഓഫ് n ടേംസ് അറിയാം 210 ആണ്, 210 ആണ്. അങ്ങനെയാണ് എന്നും കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. എന്നും കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് എടുത്തെഴുതാം. ലെറ്റ് എ സമം 8, AN ഈസ് ഈക്വൽ ടു 62 ആൻഡ് SN ഈസ് ഈക്വൽ ടു 240. ഫസ്റ്റ് തന്നിരിക്കുന്ന ഡേറ്റാസ് നമ്മൾ എടുത്തെഴുതി. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 8, AN ഈസ് ഈക്വൽ ടു 62 ആൻഡ് SN ഈസ് ഈക്വൽ ടു 210. നമുക്കിവിടെ കോമൺ ഡിഫറൻസ് അറിയാമെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ലെറ്റ് ഡി ബി ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ ഗിവൺ എ പി. തന്നിരിക്കുന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് ഡി ആണെന്നിരിക്കട്ടെ. AN എന്ന് പറയുന്നത് A പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. അത് 62 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എ നമുക്കറിയാം. അപ്പോൾ 8 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 62 ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി SN എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 210 എന്ന് തന്നിട്ടുണ്ട് അവർ. ദാറ്റ് ഈസ് രണ്ട് വശം നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ n/2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ n വരും. n ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു അപ്പുറത്ത് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 240 എന്ന് കിട്ടും. എയുടെ വാല്യൂ നമുക്കറിയാം 8, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ n ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു 8 പ്ലസ് n-1 ഇൻറ്റു ഡി സമം 240. ദാറ്റ് ഈസ് n ഇൻറ്റു 16 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 240. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെ ഇക്വേഷനകത്തുനിന്ന് ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 62 മൈനസ് 8, അത് 54 ആണ്. ഈ n-1 ഇൻറ്റു ഡിയുടെ വാല്യൂ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n-1 ഇൻറ്റു ഡിയുടെ വാല്യൂ 54 ആണെന്നുള്ളത് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n ഇൻറ്റു 16 പ്ലസ് 54 ഈസ് ഈക്വൽ ടു 420. ദാറ്റ് ഈസ് n ഇൻറ്റു 70 ഈസ് ഈക്വൽ ടു 420. അപ്പോൾ n എന്ന് പറയുന്നത് 420/70 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. നമുക്ക് ആദ്യം n കണ്ടുപിടിക്കണം. അപ്പോൾ n ഇവിടെ കിട്ടിക്കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് n ഈസ് ഈക്വൽ ടു 6 ഇൻ ഫസ്റ്റ് ഇക്വേഷനകത്ത്. ഫസ്റ്റ് ഇക്വേഷനകത്ത് കൊടുക്കുക. അപ്പോൾ 8 പ്ലസ് 6 മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു 62. ദാറ്റ് ഈസ് 8 പ്ലസ് 5d ഈസ് ഈക്വൽ ടു 62. ദാറ്റ് ഈസ് 5d എന്ന് പറയുന്നത് 62 മൈനസ് 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 54 ആണ്. അപ്പോൾ d എന്ന് പറയുന്നത് 54/5 ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ആൻ എ പി AN ഈസ് ഈക്വൽ ടു 4, D ഈസ് ഈക്വൽ ടു 2, SN ഈസ് ഈക്വൽ ടു -14. ഫൈൻഡ് N ആൻഡ് A. ഫൈൻഡ് N ആൻഡ് A. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം. ഇൻ ആൻ എ പി A3 ഈസ് ഈക്വൽ ടു 15 ആൻഡ് S10 എന്ന് പറയുന്നത് 125 ആണ്. ഫൈൻഡ് D ആൻഡ് A10. ഫൈൻഡ് D ആൻഡ് A10. ഇൻ ആൻ എ പി A3 എന്ന് പറയുന്നത് 15 ആണ്, S10 എന്ന് പറയുന്നത് 125 ആണ്. ഫൈൻഡ് D ആൻഡ് A10. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക. അതിനുശേഷം ഹോംവർക്ക് ചെയ്യുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക് യു.